അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയമുള്ള ശ്രോതാക്കളെ, ഇവിടെ തന്ന ഹദീസിനെ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്നത് 3 ഭാഗങ്ങളായി ഇതിനെ ചർച്ച ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ച അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുസ്തഖീനം ബി ഖൽബുഹു ബശർതുഹു ബിൽ ജന്ന. ഒരാൾ ഖൽബ് കൊണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വിശ്വസിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആശയം ഉൾക്കൊണ്ടാൽ അയാൾ സ്വർഗത്തിലേക്ക് കടക്കും എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യനായി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ അനുസരിക്കുകയും ധാരാളം അമല് ചെയ്യുകയും തിന്മകൾ വർജിക്കുകയും ചെയ്ത ഒരാളും അടിസ്ഥാനപരമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉണ്ടായിരിക്കെ തന്നെ തെറ്റുകൾ ചെയ്യുകയും അള്ളാഹു പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കില്ലേ? അങ്ങനെയല്ലേ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്? അപ്പോൾ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അയാളും സ്വർഗത്തിലേക്ക് പോകും, നന്മ ചെയ്തയാളും സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ തെറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? എന്നാൽ ഇവിടെ സ്വർഗം ലഭിക്കും എന്ന വിഷയത്തിലല്ല ചർച്ച, മറിച്ച് എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ഒരാൾ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അയാളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നൊരർത്ഥമില്ല. ഒരാളെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അയാൾ തിന്മ ചെയ്ത ആളാണെങ്കിൽ അയാളെ ആ തിന്മയുടെ അടിസ്ഥാനത്തിൽ നരകത്തിൽ ശിക്ഷിച്ചതിന് ശേഷം പിന്നീട് അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഒരാൾ, അയാളെ അള്ളാഹു ശിക്ഷ കൂടാതെ നരകത്തിലേക്ക് കടത്താതെ സ്വർഗത്തിലേക്ക് കടത്തുകയും അള്ളാഹുവിനെ ധിക്കരിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനം ഉണ്ടായിരിക്കെ തന്നെ തെറ്റുകൾ ചെയ്ത ഒരാളെ നരകത്തിൽ ശിക്ഷിപ്പിച്ചതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് കടത്തുക എന്നതാണ് നാം ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ ദുഖൂല്, ഖുലൂദ്, ഈ 2 വിഷയവും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിക്കുക, അതായത് ദുഖൂൽ, ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്നതുകൊണ്ട് അയാൾ ആ നരകത്തിൽ ഖാലിദാവണമെന്നില്ല, അതായത് ആ നരകത്തിൽ അയാൾ ശാശ്വതനാകണമെന്നില്ല. മറിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനം ഉണ്ടായിരിക്കെ തന്നെ അയാളെ നരകത്തിൽ പ്രവേശിച്ചാൽ, ദുഖൂൽ ഉണ്ടായാൽ, പിന്നെ അയാൾ ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനം ഉള്ള കാരണത്താൽ അയാൾ ആ നരകത്തിൽ ഖാലിദാകുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു അമലും ചെയ്യാതിരുന്നാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്നല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം കിട്ടണോ എങ്കിൽ അതിൻ്റെ അടിസ്ഥാനവും ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കലാണ്. രണ്ടാമത്തെ ഭാഗം, എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു എതിർക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം പറഞ്ഞത്? ചരിത്രം, ആ ഹദീസ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ വിഷയം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുകയും ആദ്യം കണ്ട ആളോട് പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം
അത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കുമെന്ന്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, ഈ വിഷയം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തൊരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് ശേഷം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേവലാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബോധിപ്പിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എതിർക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം പറഞ്ഞത്? ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിനോടുള്ള ഹിർസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെയെങ്കിലും തൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലേക്ക് കടക്കണം എന്ന അതിയായ അലച്ചയാണ്. അതുകൊണ്ടാണ് തൗബ സൂറത്തിൽ പോലും അല്ലാഹു തആല നബി തങ്ങളെ വിശേഷിപ്പിച്ചത് ഹരീസുൻ അലൈക്കുമെന്ന്. ഇതിന്റെ മൂന്നാമത്തെ വശം, എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു നബിയെ ഇങ്ങനെ പറയരുത്, കാരണം ജനങ്ങൾ ഇതിന്റെ മേൽ അവലംബിക്കും, അവരമൽ ചെയ്യൂല, അവർ തെറ്റിദ്ധരിക്കും. കാരണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വിശ്വാസം ഉണ്ടായാൽ പിന്നെ ഞങ്ങൾ ഒരു അമലും ചെയ്യേണ്ടതില്ല, മറിച്ച് എങ്ങനെ ജീവിച്ചാലും ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് ഉണ്ടാകും. ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ തക്ലീഫില്ലാത്ത ആൾക്കാർ ഇത് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു തെറ്റിദ്ധാരണ വരണ്ട എന്ന പേരിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത്. അതാണ് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഹദ്ദിസുന്നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ മനസ്സിലാകാത്ത വിഷയം പറഞ്ഞു കൊടുത്താൽ അവർ അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കാനുള്ള സാധ്യതയുണ്ട്. ആധുനിക കാലത്ത് ഓൺലൈൻ മീഡിയകളിലൊക്കെ കറാമത്തിനെയും മുഅ്ജിസത്തിനെയും ഒരു പരിസരബോധം അല്ലെങ്കിൽ സദസ്സിനെ അനുസരിച്ച് പറയാതിരുന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് കാരണമാകും. ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കുക, ഹദീസിനെയും ഖുർആൻ ആയത്തിനെയും കൃത്യമായി അപഗ്രഥിച്ച് പഠിക്കുക എന്നോർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.